നമസ്കാരം. സ്വാഗത പ്രസംഗത്തിൽ സുഹൃത്ത് പറഞ്ഞതുപോലെ തന്നെ മലയാള സാഹിത്യത്തിൽ ഒരു വേറിട്ട വഴി വെട്ടിത്തിരിച്ച എന്ന് തന്നെ പറയാവുന്ന ഒരു എഴുത്തുകാരിയാണ് മാധവിക്കുട്ടി. പക്ഷെ അവരുടെ അത്തരം സാഹിത്യ രചനകൾ സമൂഹത്തിൽ എന്തൊക്കെയാണ് സ്വാധീനമുണ്ടാക്കിയത് എന്ന് കൃത്യബോധത്തോടെ മലയാളി മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നിപ്പോഴും സംശയം തന്നെയാണ്. കാരണം മലയാളി സമൂഹം എന്നും മാധവിക്കുട്ടി എന്ന് പറയുന്ന ഒരു രൂപത്തിനെയാണ് ഏറ്റവും കൂടുതൽ ആകർഷകമായി കണ്ടിട്ടുള്ളത്. മാധവിക്കുട്ടിയുടെ പൊട്ട്, മാധവിക്കുട്ടിയുടെ വളകള്, മാധവിക്കുട്ടിയുടെ ചിരി, അവരുടെ സാരി, അത്തരം കാര്യങ്ങൾ, അല്ലെങ്കിൽ അവരെന്ത് പറയുന്നത് എന്തിനു വേണ്ടിയാണ്, അവരേത് വഴിയാണ് നമ്മുടെ മുന്നിൽ തുറന്നിട്ട് തരുന്നത് എന്ന് ചിന്തിക്കാനുള്ള ഒരു കഴിവ് മലയാളിക്ക് ഇല്ലായിരുന്നില്ല, ഇപ്പോഴും ഇല്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വ്യക്തിപരമായി ഞാൻ ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീയായിരുന്നു മാധവിക്കുട്ടി. അവരുടെ എഴുത്തുകളും ഏറെ ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ മാധവിക്കുട്ടിയെ അനുസ്മരിക്കുന്ന ഈ ഒരു ചടങ്ങിലേക്ക് എന്നെ ക്ഷണിച്ചതിന്, അവരെക്കുറിച്ച് അക്കാദമികമായ ഒന്നുമല്ല സംസാരിക്കുന്നത്, അവരെക്കുറിച്ച് സംസാരിക്കാനായി ഒരു അവസരം തന്നതിൽ ഞാൻ ഏറെ നന്ദി പറയുന്നു. ഒരു ഇന്ത്യൻ ഇംഗ്ലീഷ് മലയാളം സാഹിത്യകാരിയായിരുന്നു മാധവിക്കുട്ടി അലിയാസ് കമലാദാസ് അലിയാസ് കമല സുരയ്യ. മലയാളത്തിലും ഇംഗ്ലീഷിലുമായി കവിത, ചെറുകഥ, ആത്മകഥ എന്നിങ്ങനെ നിരവധി സാഹിത്യ സൃഷ്ടികൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. മലയാളത്തിൽ മാധവിക്കുട്ടി എന്ന പേരിലും ഇംഗ്ലീഷിൽ കമലാദാസ് എന്ന പേരിലുമാണ് അവർ സാഹിത്യ രചനകൾ നടത്തിയിരുന്നത്. എഴുത്തച്ഛൻ പുരസ്കാരം, കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം എന്നീ പ്രശസ്തമായ പല അവാർഡുകളും ലഭിച്ച അവരുടെ പേര് നേരത്തെ സുഹൃത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ 1984 സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യപ്പെടുകയുണ്ടായിട്ടുണ്ട്. 1934 മാർച്ച് 31 തൃശൂർ ജില്ലയിലെ പുന്നിയൂർക്കുളം എന്ന സ്ഥലത്ത് പ്രസിദ്ധമായ നാലപ്പാട് തറവാടിൽ അവർ ജനിക്കുന്നത്. അമ്മ ബാലാമണിയമ്മ മലയാള സാഹിത്യത്തിൽ പേരെടുത്ത കവിയായിരുന്നു. മലയാള കവിതാ സാഹിത്യത്തിലെ മാതൃബിംബം എന്നവരെ വിശേഷിപ്പിക്കപ്പെട്ടിരുന്നു. അച്ഛൻ മാതൃഭൂമി ദിനപത്രത്തിന്റെ മുൻ മാനേജിംഗ് എഡിറ്ററായിരുന്ന VM നായർ, പ്രസിദ്ധ കവി നാലപ്പാട്ട് നാരായണ മേനോൻ വലിയമ്മാവനായിരുന്നു. അങ്ങനെ സാഹിത്യം കൊണ്ട് സമ്പുഷ്ടമായ ഒരു ജീവിതമായിരുന്നു അവർക്ക് ബാല്യകാലത്ത് ലഭിച്ചിരുന്നത്. 15-ാം വയസ്സിലാണ് കമലയുടെ വിവാഹം മാധവദാസുമായി നടക്കുന്നത്. 3 മക്കളാണ് അവർക്ക്: MD നാലപ്പാട്ട്, ചിന്നൻദാസ്, ജയസൂര്യ. 1999 അവർ ഇസ്ലാം മതം സ്വീകരിച്ചത്. എന്നിട്ട് സുരയ്യ എന്നൊരു നാമം അവർ സ്വീകരിക്കുന്നുണ്ട്. ഈ മതമാറ്റം പല വിവാദങ്ങൾക്കും വഴിവെച്ചിരുന്നു. 2009 മെയ് 31 പൂനെയിൽ വെച്ച് അവർ അന്തരിച്ചു. മരിക്കുമ്പോൾ 75 വയസ്സായിരുന്നു. കേരളത്തിലേക്ക് എത്തിച്ച മൃതദേഹം തിരുവനന്തപുരത്തെ പാളയം ജുമാ മസ്ജിദിലാണ് ഖബറടക്കിയിരിക്കുന്നത്. ഇത്രയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ കമലയെക്കുറിച്ച്, മാധവിക്കുട്ടിയെക്കുറിച്ച്, കമല സുരയ്യയെക്കുറിച്ച് നമ്മൾ അറിയേണ്ടത്. അല്ലെങ്കിൽ അത്ര മാത്രമേ നമ്മൾ അറിയേണ്ടതുള്ളൂ. കാരണം ഒരു എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ ഒരു എഴുത്തുകാരിയുടെ വ്യക്തിജീവിതം അയാളുടെ രചനകൾക്ക് തീർച്ചയായും ഒരു അസംസ്കൃത വസ്തുവായിരിക്കും, സംശയമില്ല. പക്ഷെ അതുമാത്രമല്ല അവരുടെ സാഹിത്യം. തൻ്റെ കണ്ണിലൂടെ കാണപ്പെടുന്ന അന്യരുടെ ജീവിതവും അതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. അതൊരു തരം മേക്ക് ബിലീഫാണ്. അത് അങ്ങനെ ആ മേക്ക് ബിലീഫ് എന്ന് പറയുന്ന ഒരു ആശയത്തിലൂടെ അല്ലെങ്കിൽ സങ്കേതത്തിലൂടെ അത് ആ എഴുത്തുകാരൻ്റെ അല്ലെങ്കിൽ എഴുത്തുകാരിയുടെ സ്വന്തം ജീവിതമാണെന്ന് വായനക്കാരനെ തോന്നിപ്പിക്കണമെങ്കിൽ അത് അവൻ്റെ അല്ലെങ്കിൽ അവളുടെ വലിയൊരു പ്രതിഭയാണെന്ന് വിശ്വസിക്കാനാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അത് പലപ്പോഴും നമ്മൾ വായനക്കാരെ മറന്നുപോകും. അതൊരു പക്ഷേ ഏറ്റവും അധികം പ്രകടമായിരിക്കുന്നത് മാധവിക്കുട്ടിയുടെ വായനക്കാരിലാണ്. അവരെഴുതുന്നതെല്ലാം അവരുടെ സത്യജീവിതമാണെന്ന് ധരിച്ചു വിശ്വസിക്കാൻ ഏറെ ഇഷ്ടപ്പെട്ടവരായിരുന്നു അവരുടെ വായനക്കാരൊക്കെ തന്നെ. അതൊരു പക്ഷേ അവർ തന്നെ ഉണ്ടാക്കിയെടുത്ത ഒരു ഹാലോയുടെ ഒരു പ്രതിഫലനമായിരിക്കാം. അല്ലെങ്കിൽ
അവരത്തരത്തിൽ ധീരയാണ്, ട്രാൻസ്പെറൻ്റ് ആണ് എന്നൊക്കെ വിശ്വസിക്കാൻ ഇഷ്ടപ്പെട്ടവരായിരുന്നു അവരുടെ ആരാധകരും അതേസമയം തന്നെ വിമർശകരും. നമുക്ക് മാധവിക്കുട്ടിയുടെ കൃതികളെക്കുറിച്ചൊന്ന് സംസാരിക്കാം. അതിൽ ഏറ്റവും അധികം വിവാദമുണ്ടാക്കിയിരിക്കുന്നതും എൻ്റെ കഥ എന്ന് പറയുന്ന അവരുടെ ആത്മകഥയാണല്ലോ. ഈ ആത്മകഥയിൽ കെ.പി. അപ്പൻ എഴുതിയ ചില വരികളുണ്ട്. സത്യത്തിൽ നമ്മൾ ആ ആത്മകഥ വായിക്കുമ്പോഴെങ്കിലും ആദ്യം വായിക്കേണ്ടത് കെ.പി. അപ്പൻ എഴുതിയ ആ ബ്ലർബ് ആയിരിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ അതാണ് മാധവിക്കുട്ടിയുടെ ആത്മകഥ എന്ന് പറയുന്നത്. കാരണം അവരെഴുതുമ്പോൾ അത് ആത്മകഥയാകട്ടെ, കവിതയാകട്ടെ, അല്ലെങ്കിൽ അത് അവരുടെ കഥകളാകട്ടെ, ഭയം എന്ന് പറയുന്ന വികാരം അവർക്കില്ല. അപ്പോൾ ഭയം എന്ന വികാരം അവർക്കില്ലാത്തിടത്തോളം കാലം അവർക്ക് എന്തും എഴുതാം. അവർക്ക് എന്തിനെക്കുറിച്ചും ഭയപ്പെടേണ്ടതില്ലല്ലോ. അപ്പം അതുകൊണ്ടായിരിക്കാം കെ.പി. അപ്പൻ്റെ ആ അവരെക്കുറിച്ചുള്ള അവരുടെ ആത്മകഥയെക്കുറിച്ചുള്ള നിരീക്ഷണം ഏറ്റവും അധികം സത്യമായിരിക്കുന്നത്. അദ്ദേഹം ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: എൻ്റെ കഥയിൽ ആത്മകഥാപരമായ യാഥാർത്ഥ്യങ്ങൾ അവർ ആവിഷ്കരിക്കുന്നു. അതോടൊപ്പം ആത്മസുഖത്തിനു വേണ്ടി സ്വന്തം യാഥാർത്ഥ്യങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇത് ഒരേ സമയം ആത്മകഥയും സ്വപ്ന സാഹിത്യവുമാണ്. സ്വന്തം ജീവിതം ഒരു സ്വപ്ന സാഹിത്യത്തോട് ചേർത്ത് പറയാൻ കഴിവുണ്ടാവുക, ആ സ്വപ്നത്തിൽ താൻ കണ്ടതെല്ലാം സത്യമാണെന്ന് നിരൂപിച്ച് അത് സത്യമാണെന്ന് വിശ്വസിപ്പിക്കാനുള്ള ഭാഷാചാരുത ഉണ്ടാവുക, അത് ഒരു പ്രതിഭയുടെയും അതേസമയം ധീരരായ അല്ലെങ്കിൽ ധീരയായ ഒരു എഴുത്തുകാരിയുടെയും വലിയൊരു ഗുണമാണ്. ഫോർച്ചുനേറ്റ്ലി അല്ലെങ്കിൽ അൺഫോർച്ചുനേറ്റ്ലി നമുക്ക് പറയാൻ സാധിക്കും അതൊരു സ്ത്രീയായിപ്പോയി. അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ഈ അവരുടെ ഈ ധീരതയെ ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ പാടുമോ? മലയാളി തന്നെ ഒരു കളം വരച്ചിട്ടുണ്ട് നമുക്ക് ചുറ്റും. അത് പുരുഷനാണെങ്കിലും സ്ത്രീയാണെങ്കിലും ആ കളത്തിനപ്പുറത്തേക്ക് കടക്കാനുള്ള ഒരു ആത്മധൈര്യം ആര് കാണിക്കുന്നുവോ, നമ്മൾ കുലസ്ത്രീ എന്ന് പറയുന്ന അതേ നാക്കുകൊണ്ട് തന്നെ അവരെ കുല്ലട എന്ന് വിളിക്കും. അത് സ്ത്രീ ആയതുകൊണ്ട് മാധവിക്കുട്ടിയെ പോലെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന എന്തും തുറന്നു പറയാൻ ധൈര്യമുള്ള ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്കേറെ കല്ലേറ് കൊള്ളേണ്ടി വന്നു. അത് സത്യത്തിൽ ആത്മകഥയായിരിക്കാം, അതേസമയം അതൊരു സ്വപ്ന സാഹിത്യവുമാണ്. അതാണ് ആത്മകഥയായ എൻ്റെ കഥയുടെ പ്രത്യേകത. അത് ഇപ്പോഴും നമ്മൾ എത്ര കൗതുകത്തോടു കൂടിയാണ് വായിക്കുന്നത് എന്ന് നമുക്കറിയാം. 50 വർഷങ്ങൾ കഴിഞ്ഞു അവരുടെ ആ എൻ്റെ കഥ വന്നിട്ട്. മൈ സ്റ്റോറി എന്നത് ഇംഗ്ലീഷിലേക്കും ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇപ്പോഴും അത്ര കൗതുകത്തോടു കൂടി മലയാളി വായിക്കുകയും അതേസമയം കൊച്ചുകുട്ടികളെ കൊണ്ട്, കൊച്ചുകുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സ് തികഞ്ഞ ഒരു കുട്ടിയെ കൊണ്ട് ആ പുസ്തകം നമ്മൾ വായിപ്പിക്കുന്നില്ല. ഇപ്പോഴും അത് ഒളിച്ചു വായിക്കേണ്ട ഒരു കൃതിയായി തീരുകയും ചെയ്യുന്നത് എന്തുകൊണ്ട് എന്നൊരു വലിയൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. മാധവിക്കുട്ടിയുടെ കഥകൾ പരിശോധിച്ച് നോക്കാം നമുക്ക്. മാധവിക്കുട്ടിയുടെ കഥകളിലെ സ്ത്രീകൾ ആരാണ്? ഒരു സ്ത്രീക്ക് മാധവിക്കുട്ടിയുടെ കഥ മാത്രമല്ല, ഈ ഒരു നിത്യജീവിതത്തിൽ ഒരു സ്ത്രീ അണിയേണ്ടുന്ന പല വേഷങ്ങളുണ്ട്. ഇപ്പം ഞാനായാലും വേറൊരു സ്ത്രീയാണെങ്കിലും അവരണിയുന്ന പല വേഷങ്ങളാണ്. ആ വേഷങ്ങൾ എത്രത്തോളം അവർക്ക് ചേരുന്നുണ്ടോ എന്ന് ആലോചിച്ചിട്ടല്ല പലപ്പോഴും അവർക്ക് ആ വേഷങ്ങൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. മാധവിക്കുട്ടി വളരെ തമാശയോടെ തന്നെ, മാധവിക്കുട്ടിയുടെ വിവാഹം കഴിയുമ്പോൾ മാധവിക്കുട്ടിക്ക് 15 വയസ്സായിരുന്നു എന്ന് പറയുന്നുണ്ട്. ഈ 15 വയസ്സിലെ ഇരട്ടി പ്രായമുള്ള മാധവദാസിനെ വിവാഹം ചെയ്ത് മാധവദാസ് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്. 19 വയസ്സാകുമ്പോഴേക്കും അവർ 2 കുഞ്ഞുങ്ങളുടെ അമ്മയായി. അപ്പോൾ മാധവദാസ് പറയാണ്, ഞാൻ എൻ്റെ വീട്ടിലേക്ക് കുട്ടികൾക്ക് പാവ വാങ്ങുമ്പോൾ ഒരു പാവ കൂടുതൽ വാങ്ങും, അതെൻ്റെ ഭാര്യയ്ക്കുള്ളതായിരുന്നു. അതായത് കൗമാരം കഴിയുന്നതിന് മുമ്പ് ഒരു പെൺകുട്ടിയെ വിവാഹം കഴിച്ചു കൊടുക്കുക ചെയ്യുന്നത്. അവൾ അതിന് പാകപ്പെട്ടോ എന്ന് അന്വേഷിക്കാതെ പലപ്പോഴും അവളെ, ഇപ്പം നമുക്ക് നിത്യജീവിതത്തിലും അറിയാറുണ്ട്. ഇപ്പം ഞാനൊരു അധ്യാപികയാണ്. ഈ അധ്യാപനത്തിനിടയിൽ പലപ്പോഴും ഞാൻ കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, മിക്കവാറും ഈ റിപ്പോർട്ട് കാർഡൊക്കെ കുട്ടികളെ വാങ്ങാൻ മാതാപിതാക്കൾ വരുമ്പോൾ, ഞാനൊരു ഗേൾസ് കോളേജിലാണ് പഠിപ്പിക്കുന്നത്. നന്നായി പഠിച്ചില്ലെങ്കിൽ എന്താ, കല്യാണം കഴിച്ചു കൊടുക്കും. അപ്പോൾ നന്നായി പഠിക്കുകയാണെങ്കിൽ കുട്ടിയെ കൂടുതൽ പഠിപ്പിക്കാൻ അവർ തയ്യാറാണ്. നന്നായി പഠിക്കാത്തൊരു കുട്ടിക്ക് കൊടുക്കുന്ന ഒരു പണിഷ്മെൻ്റാണ് വിവാഹം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ പണിഷ്മെൻറ്റോട് കൂടിയിട്ട് വിവാഹം ചെയ്തു കൊടുത്ത ആയിരക്കണക്കിന് പെൺകുട്ടികളിൽ ഒരാളാണ് മാധവിക്കുട്ടി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിൽ പല വേഷങ്ങളാണ്. ഇപ്പോൾ സ്ത്രീ എന്ന് പറയുമ്പോൾ
ഇതാരെയും നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല. ഇത് ഈ സമൂഹം എന്ന് പറയുന്നത് അങ്ങനെ ചിട്ടപ്പെടുത്തിയ ഒന്നായി തീർന്നിട്ടുണ്ട്. പുരുഷാധിപത്യ സമൂഹം എന്ന് പറയുമ്പോൾ അത് പുരുഷന്മാർ ആധിപത്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും അതിന് പൂർണ്ണമായും പുരുഷന്മാർ തന്നെയാണ് ഉത്തരവാദി എന്ന് ഒരിക്കലും ഒരാൾക്കും പറയാൻ സാധിക്കില്ല. 10 പുരുഷന്മാരിൽ ആധിപത്യം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതിനൊപ്പം നിൽക്കുന്ന 15 സ്ത്രീകൾ ഉണ്ടായിരിക്കും അവരുടെ ആധിപത്യത്തെ പിന്താങ്ങുന്നത്. അത് അവരുടെ പല കവിതകളിലും വന്നിട്ടുണ്ട്. അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ ഇത്തരത്തിൽ അവരുടെ കഥ പറയുമ്പോൾ മാധവിക്കുട്ടിയുടെ കഥകളിലെ സ്ത്രീകൾ സമൂഹത്തോട് ഏറ്റവും അധികം ബന്ധപ്പെട്ട് കിടക്കുന്നവരാ. അവരുടെ ജീവിതം, മാനസിക വ്യാപാരങ്ങൾ, സമൂഹത്തോട് അവർക്കും അല്ലെങ്കിൽ സമൂഹത്തിന് അവരോടുമുള്ള സ്വീകാര്യത, ഇതൊക്കെ അവരുടെ കഥകളിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അമ്മയായും ഭാര്യയായും വേശ്യയായും വിധവയായും കാമുകിയായും അവളെ അവർ പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് ആ പ്രതിഷ്ഠ എന്ന് പറയുന്നത് മാധവിക്കുട്ടിയുടെ സ്ത്രീകൾ ഏറ്റവും സൂക്ഷ്മതയോടെ ഏറ്റവും സത്യസന്ധതയോടെയാണ് മാധവിക്കുട്ടിയുടെ സ്ത്രീകൾ ഈ സമൂഹത്തിനോട് ഇടപെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അവരുടെ കഥകളെല്ലാം തന്നെ അത്രയേറെ പ്രിയപ്പെട്ടതാവാൻ കാരണം. നഷ്ടപ്പെട്ട നീലാംബരി, പക്ഷിയുടെ മരണം, കോലാട്, അമ്മയും മകനും, രുക്മിണിക്കൊരു പാവക്കുട്ടി, നെയ്പായസം എന്നീ കഥകളെല്ലാം വളരെയധികം പ്രസിദ്ധമാണ് എന്ന് നമുക്കറിയാം. ഇപ്പോൾ ഞാൻ വ്യക്തിപരമായി എന്നെ സംബന്ധിച്ച് ഞാൻ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു കഥ നെയ്പായസമാണ്. കാരണം മാധവിക്കുട്ടിയുടെ കഥയിലെ ക്രാഫ്റ്റ് എല്ലാ കഥകളെ വെച്ച് നോക്കിയാലും ഇപ്പോൾ കോലാട് നല്ല കഥയല്ല എന്നല്ല, നഷ്ടപ്പെട്ട നീലാംബരി നല്ല കഥയല്ലെന്നല്ല, പക്ഷേ നെയ്പായസം എന്ന് പറയുന്ന ആ കഥയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട്. കാരണം ആ കഥയുടെ ഒരു ക്രാഫ്റ്റ്, ആ ക്രാഫ്റ്റ് വിരിഞ്ഞു വരുന്നത് വളരെ ഭംഗിയോടുകൂടെയാണ്. എൻ്റെ സുഹൃത്തുക്കൾ മിക്കവാറും പേർ ആ നെയ്പായസം എന്ന് പറയുന്ന ആ കഥ വായിച്ചിട്ടുള്ളവർ തന്നെയായിരിക്കും. അപ്പോൾ അതിൽ പറയുന്ന വായിക്കാത്തവർ വേണ്ടി ജസ്റ്റ് അത്ര അധികം പറയാനുള്ള സമയവും ഇല്ലല്ലോ നമുക്ക്. ഒരു ഭാര്യ മരിക്കുന്നു. ഭർത്താവ് ജോലിക്ക് പോയ സമയത്ത് 3 ആൺകുട്ടികളുടെ അമ്മയായ ഭാര്യ മരിക്കുന്നു. ഭാര്യ മരിച്ചതറിയാതെ അന്ന് സ്കൂളിൽ നിന്ന് തിരിച്ചു വരുന്ന കുട്ടികൾ, ചെറിയ കുട്ടികളാണ് അവർ. ആ കുട്ടികൾക്ക് ഭാര്യ മരിച്ചു എന്ന് അല്ലെങ്കിൽ അമ്മ മരിച്ചു എന്ന് അറിയുന്നില്ല. അമ്മ മരിച്ചു എന്നവർ തിരിച്ചറിയുന്നത് ഏറ്റവും അവസാനം അച്ഛൻ്റെ കരച്ചിലോട് കൂടി ആയിരിക്കണം. പക്ഷേ ഇദ്ദേഹത്തിന് ഭാര്യ മരിച്ചു എന്നറിയുമ്പോൾ അവർ രണ്ടുപേരും പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്. അപ്പോൾ ഭാര്യ മരിച്ചു എന്ന വിശേഷം കേൾക്കുമ്പോൾ ആ മനുഷ്യൻ്റെ മനസ്സിലുണ്ടാകുന്ന ചിന്തകളിലൂടെ ആ സ്ത്രീ പതുക്കെ പതുക്കെ ഒരു പുലർക്കാലത്ത് ഒരു പൂമൊട്ട് വിരിഞ്ഞു വരുന്ന അതേ ഭംഗിയിലൂടെ നമ്മുടെ മുന്നിലേക്ക് വിരിഞ്ഞു വരിക ചെയ്യുന്നത്. എങ്ങനെയാണ് ഇപ്പോൾ പല ചെറിയ ചെറിയ അവസ്ഥകളാണ് അതിൽ, വളരെ വളരെ ചെറിയ കാര്യങ്ങളാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് മരിച്ചുപോയ തൻ്റെ ഭാര്യയെ അയാൾ ഓർത്തെടുക്കുന്ന ചില ദൃശ്യങ്ങളുണ്ട്. വിവാഹം കഴിക്കുന്നതിന് മുമ്പ് പ്രണയിച്ചവരാണ് അവർ. ആ പ്രണയം കഴിഞ്ഞ് കുറേ കാലത്തിന് ശേഷമാണ് അവർ വിവാഹം കഴിച്ചത്. 3 കുഞ്ഞുങ്ങളുടെ അമ്മയായിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാലം ഒരുമിച്ച് ജീവിച്ച അവർ അവരുടെ ജീവിതത്തിൻ്റെ നൈരന്തര്യത്തിൽ അവർക്ക് നഷ്ടപ്പെട്ടു പോയതിനെക്കുറിച്ചാണ് കൃത്യമായും മാധവിക്കുട്ടി പറയുന്നത്. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഭാര്യ ഓർത്തെടുക്കുന്ന അയാളുടെ മനസ്സിലേക്ക് എത്തുന്നത് ഒരല്പം മഞ്ഞൾപ്പൊടി പുരണ്ട അവളുടെ വിരലുകളാണ്. അവളുടെ മുഖം അവൾക്ക് ഓർമ്മയില്ല, അവളെ അയാൾക്ക് ഓർമ്മയില്ല. ഒരു ഉലഞ്ഞ സാരിയെക്കുറിച്ച് അയാൾ ഓർക്കുന്നുണ്ട്. അയാൾ ആ കുഞ്ഞിനെ കാലത്തായി അവൾ വിളിക്കുന്ന ശബ്ദം കേട്ടാണ് അയാൾ ഉണരുന്നത്. സ്കൂളിലേക്ക് പോകണ്ടേ, ഇങ്ങനെ കിടന്നാൽ മതിയോ എന്ന് ചോദിക്കുന്നുണ്ട് ആ സ്ത്രീ. അപ്പോൾ അയാളുടെ മനസ്സിൽ തൻ്റെ ഭാര്യ, മരിച്ച ഭാര്യ ഇങ്ങനെ ആ വിരലറ്റങ്ങളിൽ തങ്ങി നിൽക്കുന്ന മഞ്ഞൾ പൊടിയാണ് അയാളുടെ മനസ്സിൽ വരുന്നത്. ഒരിക്കൽ താൻ വല്ലാതെ പ്രണയിച്ചിരുന്ന അവളുടെ മുഖമല്ല, ജീവിതത്തിൻ്റെ നൈരന്തര്യത്തിൽ അയാൾക്ക് നഷ്ടപ്പെട്ടതും അവൾക്ക് നഷ്ടപ്പെട്ടതും എന്താണെന്ന് ആ ഒരൊറ്റ ബിംബത്തിലൂടെയാണ് മാധവിക്കുട്ടി നമ്മുടെ ഉള്ളിലേക്ക് വരുന്നത്. നമ്മളൊക്കെ ജീവിച്ചു മരിച്ചു പോകുമ്പോൾ നമ്മളെ നമ്മുടെ പ്രിയപ്പെട്ടവർ ആദ്യമായി ഓർക്കുന്നത് എങ്ങനെയായിരിക്കുമെന്ന് ആ കഥ വായിച്ച് അവിടെ എത്തി നിൽക്കുമ്പോൾ ആ കഥയിൽ മുഴുകിയിരിക്കുന്ന ഒരാൾക്ക് തീർച്ചയായും മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. ഭാര്യ മരിച്ചു പോയപ്പോൾ അയാൾ അമർഷത്തോടെ ഓർക്കുന്ന കാര്യങ്ങളുണ്ട്. ഇനി ആരാ കുട്ടികളെ കുളിപ്പിച്ച് സ്കൂളിലേക്ക് വിടുന്നത്, ആരാണ് വീട്ടിലെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്, ഇതൊക്കെയാണ് അയാളെ ആകുലപ്പെടുത്തുന്നത്. അയാൾക്ക് വന്ന വലിയൊരു നഷ്ടത്തെ അപ്പോഴും അയാൾ മനസ്സിലേക്ക് എടുക്കുന്നില്ല.
തൻ്റെ മേലുദ്യോഗസ്ഥനോട് തൻ്റെ ഭാര്യ മരിച്ചുവെന്ന് എങ്ങനെയാണ് പറയേണ്ടത് എന്നയാൾ ആലോചിച്ച് കണ്ടെത്തുകയാണ്. ഒരു നിമിഷത്തിൻ്റെ ഞെട്ടലിൽ ആർത്തലച്ച് തൻ്റെ പ്രിയപ്പെട്ടവൾ പോയി എന്നോ മരിച്ചുവെന്നോ അല്ല അയാൾ പറയുന്നത്. സത്യം പറയട്ടെ, ഒരു സ്ത്രീക്ക് അങ്ങനെ പെരുമാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരാളിങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പൊടുന്നനെ ഇല്ലാതാകുമ്പോൾ നമ്മൾ എങ്ങനെയാണ് തീർത്തും അനാഥരാകുന്നു എന്ന് അയാൾക്ക് ബോധ്യപ്പെടുന്നത് ഏറ്റവും അവസാനം മാത്രമാണ്. അയാൾ ഭാര്യയെ അടക്കുന്നു. അടക്കിക്കഴിഞ്ഞ് തിരിച്ച് അയാൾ വീട്ടിലേക്ക് വരുമ്പോൾ, ബസ്സിൽ വരുമ്പോൾ അയാൾ ആലോചിക്കുന്നുണ്ട് താൻ എന്തൊക്കെയാണ് ഇനി ചെയ്യേണ്ടതെന്ന്. തിരിച്ചു വന്നപ്പോൾ കുട്ടികൾ പറയുന്നത് അമ്മ അച്ഛൻ വന്നിട്ട് സോറി അച്ഛ അമ്മ വന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അപ്പോഴാ കുഞ്ഞുങ്ങൾക്ക് അമ്മ മരിച്ചുപോയെന്ന് തോന്നുന്നില്ല. അയാൾ വന്ന് നോക്കുമ്പോൾ അയാൾ എല്ലാം പതിവ് പോലെ ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിയും ബാക്കി പരിപ്പ് കറിയും എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു പാത്രത്തിൽ അല്പം നെയ്പായസവും അയാൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ മരിച്ച വീട്ടിലൊന്നും കഴിക്കാൻ പാടില്ല എന്നാണല്ലോ നമ്മുടെ നാട്ടിൽ ചിട്ട. അപ്പോൾ അയാൾ പുതുതായി എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് കരുതുമ്പോഴാണ് ആ നെയ്പായസത്തിൻ്റെ മൂടി തുറന്ന് ആ കുഞ്ഞ് അതിലൊരു വിരൽ മുക്കിക്കൊണ്ട് പറയുന്നത്, അച്ഛാ നെയ്പായസം എന്തൊരു രസമ്മ ഉണ്ടാക്കിയതെന്ന്. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് ആ കുട്ടികൾ അത് കഴിക്കട്ടെ, ഇനി ഒരിക്കലും അങ്ങനെ ഒന്ന് കഴിക്കാൻ അവർക്ക് യോഗം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ മാത്രമാണ് അയാൾ ആ ശൂന്യത തിരിച്ചറിയുന്നത്. ഈ കഥയുടെ ഗതി നിശ്ചയിക്കുന്നത് ആരാണെന്ന് നോക്കൂ. മരിച്ചുപോയ ആ സ്ത്രീയാണ് ആ ഗതി നിശ്ചയിക്കുന്നത്. അവൾ മരിച്ചു കഴിഞ്ഞു, അവൾ അവിടെ ഇല്ല. ആ കഥയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു സ്ഥലത്ത് പോലും നമ്മൾ അവളെ കാണുന്നുണ്ടോ? പ്രത്യക്ഷമല്ല അവൾ. പക്ഷേ ആ അപ്രത്യക്ഷമായ ഒരവസ്ഥയിൽ പോലും ആ വീടിനെ, അയാളെ, അയാളുടെ കുട്ടികളെ നിയന്ത്രിക്കാനും ആ കഥയിലൂടെ വായനക്കാരിൽ മറ്റെല്ലാവരേക്കാൾ കൂടുതൽ ഒരു സ്വാധീനം ചെലുത്താനും അവർക്ക് കഴിഞ്ഞിരുന്നു. അതാണ് ആ കഥയുടെ ഭംഗി. ഇതേ സമയം തന്നെ ഒരുപാട് ആ വിഷയങ്ങളും മാധവിക്കുട്ടി ഈ ഒരൊറ്റ കഥയിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അതിൽ ജീവിതത്തിൻ്റെ സങ്കീർണതകളുണ്ട്, നഷ്ടപ്പെടുന്ന പ്രണയമുണ്ട്, സ്ത്രീയുടെ അവസ്ഥയുണ്ട്. ഇതിലേത് കണ്ണാടിയിലൂടെയാണ് നോക്കേണ്ടതെന്ന് അത് തീരുമാനിക്കുന്നത് വായനക്കാരനാണ്. അപ്പോൾ ഞാൻ എല്ലാ കഥകളെക്കുറിച്ച് പറയാതെ ഈ ഒരൊറ്റ കഥയെക്കുറിച്ച് പറഞ്ഞത്, ഈ ഒരു കഥയിൽ കോലാടിലുള്ള സ്ത്രീയുണ്ട്, നഷ്ടപ്പെട്ട നീലാംബരിയിലുള്ളവരുണ്ട്, രുക്മിണിക്കൊരു പാവയിലെ എല്ലാ സ്ത്രീകളും ഒരുമിച്ച് ചേരുന്ന ഒറ്റ കഥാപാത്രമായിട്ട് നെയ്പായസത്തിലെ ആ അമ്മ, ആ ഭാര്യ, അവർ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതാണ് മാധവിക്കുട്ടി കഥകൾ കൊണ്ട് മലയാളി മനസ്സിൽ ചെയ്ത മാജിക്. ഇതിലേറെ വ്യത്യസ്തയാണ് കമലാദാസ്. വ്യക്തിപരമായി ഞാൻ ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്നത് കമലാദാസിനെയാണ്. കാരണം ഇന്ത്യൻ പോയിട്രിയിൽ, ഇന്ത്യൻ കവിതാ സാഹിത്യത്തിൽ ആംഗ്ലോ ഇന്ത്യൻ അല്ലെങ്കിൽ ഇൻഡോ ആംഗ്ലിക്കൻ, ആംഗ്ലോ ഇന്ത്യൻ അല്ല ഇന്ത്യൻ ആംഗ്ലിക്കൻ, ഇംഗ്ലീഷിൽ എഴുതുന്ന ഇന്ത്യൻ കവികളിൽ അവരൊരു ഐക്കണോക്ലാസ്റ്റ് തന്നെയായിരുന്നു വിഗ്രഹഭഞ്ജക. അതിനു മുമ്പ് ഒരു സ്ത്രീകളും അത്തരത്തിലൊരു എഴുത്ത് നടത്തിയിട്ടില്ല. നമ്മൾ ഇന്ത്യൻ സാഹിത്യത്തിൽ അല്ലെങ്കിൽ കവിതാ സാഹിത്യത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ മുന്നിൽ ഉയർന്നു നിൽക്കുന്നത് ഒന്ന് തോരുദത്തും മറ്റൊന്ന് സരോജിനി നായിഡുവാണ്. പക്ഷേ തോരുദത്തിന് വളരെ ചെറുപ്പത്തിൽ തന്നെ മരിച്ചുപോയ ഒരു എഴുത്തുകാരിയാണ്. അതേസമയം തന്നെ അവരുടെ ജീവിതത്തിൽ വളരെ ബാല്യകാലത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരുപാട് വ്യഥകൾ അവരെ വളരെയധികം ബാധിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരാദ്യം തന്നെ ഒരു ഹിന്ദു സമുദായത്തിൽ ജീവിച്ച് കുറച്ച് കഴിയുമ്പോൾ ഒരു ക്രിസ്ത്യൻ മിഷണറിമാരായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദു പുരാണങ്ങളും ബൈബിളും കൂടി കൂടിക്കലർന്ന ഒരു ബാല്യകാലത്ത് തൻ്റെ സ്വത്വ ബോധത്തെക്കുറിച്ച് വല്ലാതെ സങ്കടപ്പെട്ട, പിന്നെ അവർക്ക് കുറേ കാലം വിദേശത്തൊക്കെ പോയിട്ട് പഠിക്കുകയൊക്കെ ചെയ്യേണ്ടി വരുന്നതുകൊണ്ട് അവിടെ ഇരുന്നു കൊണ്ട് അവർ സങ്കടപ്പെട്ട ഒരു സ്ത്രീയായിരുന്നു തോരുദത്ത്. അവർ കാഷറീന ട്രീ എന്നൊക്കെ പറയുന്ന ചില കവിതകൾ അവരുടേതായി വളരെ ഉയർന്നു നിൽക്കുന്നുണ്ടെങ്കിൽ പോലും അതിനപ്പുറത്തേക്ക് തോരുദത്തിനെ ചൂണ്ടിക്കാണിക്കാൻ അല്ലെങ്കിൽ അവരെ കമലാദാസിനോട് കമ്പയർ ചെയ്യാൻ സാധിക്കില്ല. സരോജിനി നായിഡു ആകട്ടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ വളരെയേറെ സഹായിച്ചിട്ടുള്ള എഴുത്തുകളാണ് ഇന്ത്യയുടെ വനമ്പാടി എന്നൊക്കെ അവർ അറിയപ്പെടുന്നുണ്ടെങ്കിൽ പോലും ഇത്തരം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ അവരുടെ കവിതകളായിട്ടുള്ള സംഭാവനകൾ അത്രയേറെ ഒന്നുമില്ല. കാരണം കീറ്റ്സിനെയും ഷെല്ലിയുടെയും കാൽപ്പനികത, ഇംഗ്ലീഷ് സാഹിത്യത്തിൻ്റെ കാൽപ്പനികത തൻ്റെ കവിതകളിലേക്ക് ആവാഹിച്ച ഒരു എഴുത്തുകാരിയായിരുന്നു സരോജിനി നായിഡു.
അതുകൊണ്ട് തന്നെ അവരിൽ നിന്നൊക്കെ ഏറെ വ്യത്യസ്തയായിരുന്നു കമലാദാസന്റെ കവിതകൾ. സത്യത്തിൽ കഥ എഴുതുന്ന മാധവിക്കുട്ടിയോളം കവിതകൾ എഴുതുന്ന കമലാദാസനെ മലയാളി അറിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. അതുകൊണ്ട് എനിക്കേറെ പറയാനുള്ളതും കമലദാസിനെ കുറിച്ചാണ്. ഏകദേശം ഇംഗ്ലീഷ് കവികളായ മാർഗരറ്റ് ഡ്യൂറാസിനോടും സിൽവിയ പ്ലാത്തിനോടൊക്കെ തന്നെയാണ് കമലാദാസിനെ ഉപമിച്ചിരിക്കുന്നത്. അത്രയും ശക്തമായിട്ടുള്ള രചനകളായിരുന്നു കമലാദാസിൻ്റെ. അതുകൊണ്ട് ഞാൻ കരുതുന്നത് കമലാദാസിൻ്റെ കവിതകളെക്കുറിച്ച് കുറച്ചേറെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അവരുടെ എല്ലാ കവിതകളുമല്ല, എങ്കിലും അവരുടെ ജീവിതത്തെ ഓരോ വശങ്ങളെയും പല അവസരങ്ങളിൽ അവരെഴുതിയ കവിതകളായിരിക്കാം, പക്ഷെ അവരുടെ ജീവിതത്തിൻ്റെ ഓരോ വശങ്ങളെയും സ്പർശിച്ചു പോയിട്ടുള്ള കുറച്ച് കവിതകളെക്കുറിച്ച് സംസാരിക്കാമെന്നാണ് ഞാൻ കരുതുന്നത്. അവരുടെ നമുക്ക് ബാല്യകാലത്തെ കുറിച്ചുള്ള കുറേ നല്ല സ്മരണകൾ അവർക്കുള്ള ഒരു സ്ത്രീയായിരുന്നു കമലാദാസ്. ഞാനൊക്കെ മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ അവരുടെ ബാല്യകാല സ്മരണകൾ വായിച്ചാണ് വളർന്നത്. അപ്പം എന്നെപ്പോലെ പലരും അത് വായിച്ചിട്ടുണ്ടായിരിക്കും. ആ ബാല്യകാല സ്മരണകളിൽ അവരുടെ വശ്യമായൊരു ഭാഷയുണ്ട്. നമ്മുടെ വള്ളുവനാടൻ ഭാഷയാണ്, ഒരു മലബാറുകാർക്കൊക്കെയുള്ള ഒരു ഭാഷയാണ് അവരുടേത്. ഇപ്പോൾ എൻ്റെയൊക്കെ നാടും അവരുടെ നാടിനോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ള പല ശൈലികളുണ്ട്. ഇപ്പോൾ നിങ്ങൾ വരിക പോകുക എന്നൊക്കെ പറയുന്നതിന് പകരമായിട്ട് വരിക പോവുക, ഇപ്പോൾ സീരിയൽ ഭാഷയ്ക്ക് ഏകദേശം അതൊക്കെയാണ് തോന്നുന്നുണ്ട്. അതുപോലെ അവരെ വീട്ടിൽ വിളിച്ചിരുന്നത് ആമി എന്നാണ്. പക്ഷെ അവരത് എഴുതുമ്പോൾ അങ്ങനെ പല എഴുത്തുകാർ അധികം പേരൊന്നും അങ്ങനെ എഴുതിയിട്ടില്ല. ഒ വി വിജയനൊക്കെ തൻ്റെ ഖസാക്കിൻ്റെ ഇതിഹാസത്തിൽ അത്തരം ഭാഷകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും, നാട്ടുഭാഷകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും, അല്ലെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിസ് നെറോൺ അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ മാധവിക്കുട്ടി അന്നേ തന്നെ, മാധവിക്കുട്ടി എഴുതുമ്പോൾ ആമി എന്ന് വിളിക്കുന്ന മാധവിക്കുട്ടിയെ മാധവിക്കുട്ടിയുടെ അമ്മമ്മ, അമ്മൂമ്മയല്ല അമ്മാമ്മയല്ല അമ്മമ്മ എന്നാണ് പറയുക നമ്മൾ. ഈ അമ്മമ്മ വിളിക്കുന്നത് ആമിയെ എന്നാണ്. ആമീന്നോ ആമീ എന്നല്ല വിളിക്കുന്നത്, ആമീ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള വിളിക്കുന്ന ശങ്കരൊട്ടിയാരെ, അങ്ങനെയുള്ള ആ ഒരു വായ്മൊഴി ഭാഷയാണ് ആ ബാല്യകാല സ്മരണകളിലൊക്കെ തന്നെ അവരുപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ആ കാലത്ത് അവർ പുന്നയൂർക്കുളത്ത് നാലപ്പാട് വീട്ടിൽ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അമ്മമ്മയുടെയും മറ്റുള്ളവരുടെയൊക്കെ സ്നേഹവും സൗഭാഗ്യവും ലാളനയും ഒക്കെ ഏറ്റുകിടക്കുന്ന സമയത്ത് ബാലാമണിയമ്മയും അവരുടെ അച്ഛനും തമ്മിൽ അത്ര നല്ല, മാധവിക്കുട്ടിയുടെ അച്ഛനും തമ്മിൽ അത്ര വലിയ സ്വരച്ചേർച്ചയില്ലാത്തത് കൊണ്ട് അച്ഛൻ കൽക്കത്തയിലായിരുന്നു, ബാലാമണിയമ്മ നാട്ടിലായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്തൊക്കെ ബാലാമണിയമ്മയുടെ അടുത്ത് നിന്നും ഈ കുട്ടിയെ കൽക്കത്തയിലേക്ക് അദ്ദേഹം കൊണ്ടുപോകുന്നുണ്ട്. കാരണം നാലപ്പാട്ട് തറവാട്ടിൽ വീട്ടിൽ വന്നുകൊണ്ടാണ് മാധവിക്കുട്ടിയെ ഭാഷ പഠിപ്പിച്ചത്. ഇംഗ്ലീഷും മലയാളവും കണക്കൊക്കെ പഠിപ്പിച്ചിരുന്നു. അപ്പോൾ അത് വേണ്ട എന്ന് പറഞ്ഞ് ഈ അദ്ദേഹം, ബാലാമണിയമ്മയുടെ ഭർത്താവ് കമലാദാസിൻ്റെ അച്ഛൻ, അവരെ കൽക്കത്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ജോലി സ്ഥലമാണത്. പക്ഷേ ആ കൽക്കത്തയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി അവിടെ വളരെയേറെ പ്രസിദ്ധമായ വിക്ടോറിയ ഗാർഡൻസ് എന്ന് പറയുന്ന ഒരു സ്കൂളിലേക്ക് അവരെ കൊണ്ടുപോയി ചേർത്തുന്നു. ആ സ്കൂളിലേക്ക് കൊണ്ടുപോയി ചേർത്തുമ്പോൾ അവരവിടെ അനുഭവിച്ച വളരെ സങ്കടകരമായിട്ടുള്ള ഒരു അനുഭവത്തെക്കുറിച്ച് അവരൊരു കവിത എഴുതിയിട്ടുണ്ട്. കൊച്ചുകുട്ടിയായ അവരന്ന് അനുഭവിച്ച ഒരു സങ്കടം. പണിഷ്മെൻറ്റ് ഇൻ ദ കിൻഡർ ഗാർഡൻ എന്നാണ് ആ ഒരു കവിതയുടെ പേര്. അതിൽ അവർ പറയുന്നുണ്ട്, തന്നെയും തൻ്റെ ക്ലാസ്സിലെ കുട്ടികളെ എല്ലാവരെയും ഒരു നീല ഉടുപ്പിട്ട കന്യാസ്ത്രീ പിക്നിക്കിന് കൊണ്ടുപോകുന്നു. കൊച്ചുകുട്ടികളല്ലേ, പിക്നിക്കിന് കൊണ്ടുപോവുകയാണ്, ഒരു പാർക്കിലേക്ക് പിക്നിക്കിന് കൊണ്ടുപോവുകയാണ്. അപ്പോൾ ഉച്ച സമയമായി. ആ സമയത്ത് കുട്ടികൾക്കെല്ലാം കരിമ്പിൻ്റെ തണ്ട് അവർ കൊടുക്കുന്നുണ്ട്. ഈ കരിമ്പിൻ്റെ തണ്ട് ചവച്ചരച്ച് എല്ലാ കുട്ടികളും തമാശ പറഞ്ഞ് കളിച്ച് ചിരിച്ച് നടക്കുമ്പോൾ കമലാദാസ് എന്ന കൊച്ചുകുട്ടിക്ക് അതിനോട് യോജിക്കാൻ സാധിക്കുന്നില്ല. കാരണം അവളുടെ മനസ്സിൽ അപ്പോഴും നിലപ്പാടും നിർമ്മാതളവും കുളവും അമ്മമ്മയുടെ സ്നേഹവും ഒക്കെ തന്നെയായിരുന്നു. അപ്പോൾ ആ കുട്ടി മാറി നിൽക്കുന്നു. മാറി നിൽക്കുന്ന ആ കുട്ടിയെ ആ നീലോടുപ്പെട്ട അവളുടെ ടീച്ചർ വഴക്ക് പറയുന്നുണ്ട്. ഈ കുട്ടി മാത്രം എന്താണ് ഇങ്ങനെ മാറി നിൽക്കുന്നത്, എന്താ നീ ഇങ്ങനെ മറ്റുള്ളവരുമായി കൂട്ടുകൂടാത്തത് എന്ന് പറഞ്ഞ് അവളെ വിളിക്കുന്നുണ്ട്. അവളെ വിളിച്ച് അവളെ വഴക്ക് പറയുക ചെയ്യുന്നത്. ആ പിഞ്ചു മനസ്സിലേക്ക് എത്രത്തോളം ആ ശകാരം ഏറ്റിട്ടുണ്ട് എന്നുള്ളത് അവർ പറയുന്നുണ്ട്. അവരിങ്ങനെ ഒരു വരികളാണ് അവരതിൽ പറയുന്നത്. എ ബ്ലൂ ഫ്രോക്ഡ് വുമൺ കോസ്റ്റ് ത്രോയിങ് വേർഡ്സ് അറ്റ് മീ ലൈക്ക് പോട്ട്സ് ആൻഡ് പാൻസ്.
ത്രോയിങ് വേർഡ്സ് അറ്റ് മീ ലൈക്ക് പോട്ട്സ് ആൻഡ് പാൻസ്. ചട്ടിയും കലവും എടുത്തെറിയുന്നത് പോലെ നീലുടുപ്പിട്ട ആ സ്ത്രീ എൻ്റെ നേർക്ക് വാക്കുകൾ എടുത്തെറിഞ്ഞു എന്നാണ് അവർ പറയുന്നത്. നമ്മുടെ ഭാഷയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നാണ് ചട്ടിയും കല്ലെടുത്തെറിയുക. വീട്ടിൽ വഴക്കുണ്ടാവുമ്പോഴോ കുടിച്ചു വന്ന അച്ഛൻ ചട്ടിയും കല്ലെടുത്തെറിഞ്ഞു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ഒരു വാക്കുകളുടെ ഒരു കോയിനേജ് നോക്കൂ. എ ബ്ലൂ ഫ്രോക്ക്ഡ് വുമൺ ത്രോയിങ് വേർഡ്സ് അറ്റ് മീ ലൈക്ക് പോട്ട്സ് ആൻഡ് പാൻസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആ കുട്ടിക്ക് അത്രയേറെ സങ്കടം വന്നു. സങ്കടം വന്ന ആ കുട്ടി കരയുന്നുണ്ട്. കരയുന്നത് കരയുന്നത് അവിടെയുള്ള ആ കുറ്റിച്ചെടിയിൽ മുഖം അമർത്തിക്കൊണ്ട് അവിടെ കരയുമ്പോൾ കൂടെയുള്ള കുട്ടികളൊക്കെ ചിരിക്കുകയാണ്. കൂടെയുള്ള കുട്ടികളൊക്കെ ചിരിക്കുമ്പോൾ ആ കുട്ടി പറയുന്നത് ചിൽഡ്രൻ ആർ ഫണ്ണി തിങ്സ് എന്ന്. നിങ്ങൾ വിചാരിക്കുന്നത് പോലെയൊന്നുമല്ല കുട്ടികൾ. നമ്മളെപ്പോഴും എല്ലാ കവിതകളിലും കേട്ട് ശീലിച്ച ഒന്ന് നമുക്ക് കുട്ടികൾ എന്ന് പറയുന്നത് വളരെ നിഷ്കളങ്കരാണ്, അല്ലെങ്കിൽ കുട്ടികൾക്ക് ആട്ടിൻകുട്ടികളെ പോലെയാണ് എന്നൊക്കെയുള്ള അതുവരെയുള്ള സകല ബിംബങ്ങളെയും തകർത്തുകൊണ്ടാണ് മാധവിക്കുട്ടി പറയുന്നത് നിങ്ങൾ കരുതുന്ന പോലെയൊന്നല്ല, കുട്ടികൾ അത്ര നിഷ്കളങ്കരൊന്നുമല്ല. വെറും 3 സ്റ്റാൻസ മാത്രമാണ് ആ കവിതയുള്ളത്. പക്ഷേ ആ 3 സ്റ്റാൻസ മാത്രമുള്ള കവിതയിൽ അവർ പറയുന്ന അവരുടെ മനസ്സിലേക്ക് ആഴത്തിൽ പതിഞ്ഞ ഒരു സംഭവത്തെക്കുറിച്ച് പറയുന്നത് എത്ര വിഷമത്തോടു കൂടിയിട്ടാണ്. ആ പാർക്കിൽ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കളെക്കുറിച്ച് പറയുമ്പോൾ സ്മെൽറ്റ് ദ ഫ്ലവേഴ്സ് ആൻഡ് ദ പെയിൻ എന്നാണ് പറയുന്നത്. എനിക്ക് വേദനയും പൂക്കളെയും ഒരുപോലെ ഞാൻ വാസനിച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വാക്കുകളുടെ അടുത്ത് ഉപയോഗിക്കാൻ പറ്റിയ അത്രയും മനോഹരമായി കവിത എഴുതാൻ പറ്റിയ ഒന്നാണ് പണിഷ്മെൻ്റ് ഇൻ ദ കിൻഡർ ഗാർഡൻ എന്ന് പറയുന്ന അവരുടെ 3 സ്റ്റാൻസ മാത്രമുള്ള ആ കവിത എന്ന് പറയുന്നത്. ഗൃഹാതുരത്വം മാധവിക്കുട്ടിയെ എന്നും വല്ലാതെ ബാധിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഹോട്ട് നൂൺ ഇൻ മലബാർ എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഹോട്ട് നൂൺ ഇൻ മലബാർ എന്ന് പറയുന്നത് നമ്മുടെ മലബാറിലെ ഞങ്ങളുടെ നാട്ടിലൊക്കെയുള്ള വളരെ വേനലുകളിൽ നമുക്കറിയാലോ, നമ്മുടെ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയം ഏപ്രിൽ മെയ് മാസങ്ങളിൽ സ്കൂളൊക്കെ അടയ്ക്കുന്ന സമയത്ത് ഈ വേനലിലൊക്കെ എന്താ പാടങ്ങളിലൊന്നും കൊയ്ത്തൊക്കെ കഴിഞ്ഞ പാടങ്ങൾ, ആ പാടങ്ങളിലൊക്കെ സംഭവിക്കുന്ന അല്ലെങ്കിൽ ഇടവഴിയിലൂടെ നടന്നു വരുന്ന ഒരാൾ, സമൃദ്ധമായ ഓർമ്മകളുള്ള ഒരാൾക്ക് മാത്രം എഴുതാൻ കഴിയുന്ന ഒരു കവിതയായിരുന്നു ഹോട്ട് നൂൺ ഇൻ മലബാർ എന്നുള്ളത്. മലബാറിൻ്റെ വേനലിൻ്റെ ഒരു പ്രതിച്ഛായയാണത്. ആ 2 മാസം മധ്യവേനൽ അവധിക്കാലത്ത് കുട്ടികൾക്ക് ഇഷ്ടം പോലെ ഓടിക്കളിക്കാൻ പറ്റുന്ന, ഉച്ച സമയത്ത് കുട്ടികളെ എല്ലാം വീട്ടിൽ വിളിച്ചിരുത്തും. ഇപ്പം ഞങ്ങളുടെ ചെറുപ്പകാലത്തും നമ്മളോട് ഉച്ച സമയത്ത് കളിക്കാൻ പോകരുത് പറയും. ഞങ്ങളുടെ നാട്ടിലൊക്കെ പറയുന്നത് ഉച്ചപ്പിശാച് പിടിക്കുന്ന അങ്ങനെയുള്ള ഒരു സമയത്ത് ആ ഗ്രാമവീഥികളിലൂടെ അക്കാലത്ത് വിരുന്നിനെത്തുന്ന കുറേ അപരിചിതരായ മനുഷ്യരുണ്ട്. ഉറക്കെ പേര് വിളിച്ചു വരുന്ന, അമ്മ എന്ന് വിളിച്ചു വരുന്ന ഭിക്ഷക്കാരുണ്ടാകും. കുന്നിറങ്ങി തത്തകളെയും കൊണ്ട് ഭാവി പറയാനെത്തുന്ന കുറുവന്മാരും കുറത്തികളും ഉണ്ടാവും. വെള്ളയും നീലയും വളയുമായിട്ട് വരുന്ന വളക്കച്ചവടക്കാരുണ്ടാകും. ഇവരെല്ലാം ഓരോ വീടിൻ്റെയും പൂമുഖത്ത് വന്ന് വെള്ളം കുടിക്കാൻ വരുന്നതാണ്. അപ്പം മുറ്റത്തെ കിണറിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് പൂമുഖത്ത് വിരിച്ച് അവർ ഭാവി പറയുന്നുണ്ടാവും. വളക്കാരൊക്കെ വളയും പൊട്ടും ചാന്തും ഒക്കെ നിവർത്തിപ്പിച്ച് അവിടുത്തെ കുട്ടികളുടെ കയ്യിലൊക്കെ വളയിട്ട് കൊടുക്കുന്ന, അപ്പോൾ കുട്ടികളും അല്ലെങ്കിൽ മുതിർന്നവരും ചുറ്റും കൂടിയ ഉച്ച സമയത്ത് അതൊരു വലിയൊരു സന്തോഷമുള്ളൊരു സദ്യയാണ്. ആ ആഴമുള്ള കിണറുകളിലേക്ക് അവർ എത്തിച്ചു നോക്കും വെള്ളം കുടിക്കാൻ, ദാഹം തീർക്കാൻ വെള്ളം എടുക്കും. ഇതെല്ലാം ഒരു ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള, നമുക്ക് നേരിട്ട് കാണാൻ കഴിയുന്നത് പോലെയാണ് കമലാദാസ് ഹോട്ട് നൂൺ ഇൻ മലബാർ എന്ന് പറയുന്ന കവിതയിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാ ഓർമ്മകളുടെ സമൃദ്ധിയും സ്നേഹസമൃദ്ധിയും എല്ലാം പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം കമല ഈ ഒരു കവിതയുടെ അവസാനം പറയുന്ന വാക്കുകളുണ്ട്. നൗ ഐ ആം ഫാർ എവേ. പക്ഷെ ഇന്ന് ഞാൻ അവിടെ ഇല്ലല്ലോ. കാരണം നലപ്പാട് എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ നിന്ന് ബോംബെ എന്ന മെട്രോ സിറ്റിയിലേക്കുള്ള ദൂരം വല്ലാത്തതാണ്. അത് ഒരു ശാരീരികമായിട്ടുള്ള ഒരു ദൂരം മാത്രമല്ല കമലയ്ക്ക്. മനസ്സുകൊണ്ട് അപ്പോഴും നാലപ്പാട് നിൽക്കുന്ന കമലയ്ക്ക് ബോംബെയിലെ ജീവിതവുമായി പൊരുത്തപ്പെട്ടു പോകാൻ സാധിക്കാതെയാകുമ്പോൾ ഈ സമൃദ്ധമായ ഓർമ്മകൾ മാത്രമായിരുന്നു അവർക്ക് ശരണമുണ്ടായിരുന്നത്. ആ സങ്കടത്തിൽ അവർ എഴുതിയ അവസാന വരിയാണ് നൗ ഐ ആം ഫാർ എവേ എന്നുള്ളത്. ഏകദേശം ഇതേ കവിതയോട് തന്നെ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന മറ്റൊന്നാണ് മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്നത്. എൻ്റെ മുത്തശ്ശിയുടെ വീട്. എൻ്റെ മുത്തശ്ശിയുടെ വീട് നാലപ്പാട്ട വീടാണ്.
ഇന്ന് നാലപ്പാട് നമ്മൾ കേരള സാഹിത്യ അക്കാദമി നാലപ്പാട് തറവാടൊക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള സമൃദ്ധമായ നാലപ്പാട് തറവാടിൻ്റെ യാതൊരു ബിംബങ്ങളും ഇന്നവിടെ ഇല്ല കേട്ടോ. വളരെ സങ്കടകരമായ ഒരു വസ്തുതയാണ് അത്. കാരണം നിർമ്മാതളവും അവിടെ ഉണ്ട്. നിർമ്മാതളം ഇപ്പോൾ പൂത്തു നിൽക്കുന്ന സമയമാണ്. നിർമ്മാതളം ഉണ്ട് അവിടെ. അതേപോലെ ഒരു കൊച്ചു സർപ്പക്കാവുണ്ട്. മാധവിക്കുട്ടി ധാരാളം പറഞ്ഞുകൊണ്ടിരുന്ന കുളം ഇപ്പോൾ പടവുകളൊക്കെ കെട്ടി വെച്ചിരിക്കുകയാണ്. അവരുടെ വിശാലമായ പറമ്പുകളൊക്കെ ഇപ്പോൾ എല്ലാവരും ഭാഗമൊക്കെ വെച്ച് ഒരു കൊച്ചു കോൺക്രീറ്റ് ബിൽഡിങ്ങും ഒരു പഴയ കുറേ സാധനങ്ങളും കുറച്ച് മാധവിക്കുട്ടിയുടെ പുസ്തകങ്ങളും ചിത്രങ്ങളും അല്ലാതെ വേറൊന്നും ഇപ്പോൾ കാര്യമായിട്ട് നമുക്ക് വളരെ ആഹ്ലാദപൂർവ്വം അവിടെ ഒന്നും കാണാൻ സാധിക്കില്ല. അവരുടെ ഓർമ്മകൾ മാത്രമേ ഉള്ളൂ. ആ മുത്തശ്ശിയുടെ വീടിനെ കുറിച്ചാണ് തൻ്റെ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന കവിതയിൽ അവർ എഴുതിയിരിക്കുന്നത്. അതിലങ്ങനെ ഒരു വരിയുണ്ട്, ദർ ഇസ് എ ഹൗസ് ഫാർ എവേ. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ കവിതയെ തുടക്കം അങ്ങനെയാണ്. ഹോട്ട്നൂൺ ഇൻ മലബാർ എന്ന് പറയുന്ന അവരുടെ കവിതയിലെ അവസാന വരികൾ നൗ ഐ ആം ഫാർ എവേ എന്നാണെങ്കിൽ, മൈ ഗ്രാൻഡ് മദേഴ്സ് ഹൗസ് എന്ന് പറയുന്ന ഈ കവിതയുടെ ആദ്യ വരി തന്നെ ദർ ഈസ് എ ഹൗസ് ഫാർ എവേ വേർ വൺസ് ഐ റിസീവ്ഡ് ലവ്. അങ്ങകലെ ഒരു വീടുണ്ട്, അവിടെ ഒരിക്കൽ എനിക്ക് സ്നേഹം ലഭിച്ചിരുന്നു എന്ന് പറയുന്നു. പക്ഷെ ആ വീട്ടിൽ നിന്ന് ആരുമില്ല. തനിക്ക് ആവോളം സ്നേഹം തന്നിരുന്ന ഒരു സ്ത്രീ, അമ്മമ്മ അവിടെ ഇല്ല. നിശബ്ദതയിലേക്ക് ആണ്ടിറങ്ങിപ്പോയ വീട്ടിൽ പുസ്തകങ്ങളുടെ ഇടയിൽ പാമ്പുകളാണ് ഇഴഞ്ഞു നടക്കുന്നത് എന്നവർ സങ്കടപ്പെടുന്നു. അന്ന് അവർക്ക് ആ പുസ്തകങ്ങൾ വായിക്കാനുള്ള, അവരവിടെ നിന്ന് പിരിഞ്ഞു പോരുമ്പോൾ ആ പുസ്തകങ്ങൾ വായിക്കാനുള്ള പ്രായം എത്തിയില്ലായിരുന്നു എനിക്കെന്ന് പറയുന്നുണ്ട്. അത് കമലയുടെ ഭാവനയാണത്. പക്ഷേ ഇപ്പോൾ അടച്ചിട്ട ജനലുകൾ, അടച്ചിട്ടുള്ളതെന്ന് പറയുന്നത് ബ്ലൈൻഡ് ഹൗസ് എന്ന് പറയുന്നുണ്ട്. ജനലുകളെല്ലാം അടച്ചിട്ടിട്ടുള്ള വീട്ടിൽ ഒന്ന് ഒരു ജനൽപ്പാളിയുടെ വിടവിലൂടെ ഉള്ളിലേക്ക് നോക്കുമ്പോൾ കട്ട പിടിച്ച് ഇരുട്ട് മാത്രമാണ്. അപ്പോൾ തീർത്തും അരക്ഷിതമായ ഒരു ജീവിതത്തിലാണ് അവരിപ്പോൾ ബോംബെയിൽ കഴിയുന്നത്. അവിടെ നിന്ന് അവിടെ എത്തിയാലും അവർക്കൊന്നുമില്ല. കാരണം ഒരിക്കൽ അവർക്ക് സ്നേഹം തന്നിരുന്ന അമ്മമ്മ അവിടെയില്ല. അതുകൊണ്ട് കമലാദാസ് കുറെ കഴിയുമ്പോൾ പറയുന്ന ഒരു വാചകമുണ്ട്, ആ വീടിനുള്ളിൽ നിന്നും ഒരു കൈക്കുടുന്ന ഇരുട്ടെടുത്തു കൊണ്ടുവന്ന് ഞാൻ എൻ്റെ കിടപ്പുമുറിയുടെ വാതിക്കൽ വയ്ക്കും, ഒരു കാവൽ നായയെ പോലെ എന്ന്. ബ്രൂഡിംഗ് ഡോഗ് എന്ന് പറയുന്നുണ്ട്. കാവൽ നായയെ പോലെ എന്ന് പറയുമ്പോൾ എനിക്ക് ആകെ കിട്ടുന്ന സുരക്ഷിതത്വം ആ ഇരുട്ട് മാത്രമേ ഉള്ളൂ. അതെനിക്ക് മതി. ആ ഇരുട്ട് മാത്രമേ എനിക്കുള്ളൂ. അത് എന്നെ സംരക്ഷിക്കും എന്നവർ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ അവർ പറയുന്നു, എനിക്ക് സമൃദ്ധമായി എനിക്ക് ആ വീട്ടിൽ നിന്ന് ഇഷ്ടം പോലെ സ്നേഹം കിട്ടിയിരുന്നു. പക്ഷേ ഇന്ന് ഞാൻ സ്നേഹം തേടി പോകുന്നത് അന്യരുടെ വാതിലേക്കാണ് എന്നവർ വിളിച്ചു പറയുന്നുണ്ട്. അവിടെയാണ് കലാപകാരിയായ കമലാദാസിനെ നമ്മൾ കാണുന്നത്. ഒരിക്കൽ എനിക്ക് കിട്ടാതെ പോയ സ്നേഹം തേടിയാണ് ഞാൻ ഇന്ന് അന്യരുടെ വീട്ടിലേക്ക് പോകുന്നതെന്ന് പറയാൻ അവർക്ക് മടിയില്ല. അവിടെയാണ് നമ്മൾ പറയുന്നത്, അപ്പോഴേക്കും നമ്മൾ കമലാദാസിന് ഒരു ഇമ്മൊറാലിറ്റി ചാർത്തി കൊടുത്തു കഴിഞ്ഞു. അത് അവരുടെ കവിതയാണോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. ഇനി കവിതയല്ലെങ്കിൽ തന്നെ അത് അവരുടെ ജീവിതത്തിൽ അവരനുഭവിച്ച അരക്ഷിതത്വമാണോ എന്ന് നമ്മൾ അന്വേഷിക്കുന്നില്ല. പകരം നമ്മൾ പറയുന്നു അവർ ശരിയല്ലെന്ന് പറയുകയാണ് ചെയ്യുന്നത്. കമലാദാസിന്റെ മറ്റൊരു പ്രധാന കവിതയാണ് ആൻ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. ഞാൻ എങ്ങനെയാണ് എന്നെ പരിചയപ്പെടുത്തുന്നത് എന്നുള്ളത്. അപ്പം അത് നേരത്തെ ഞാൻ പറഞ്ഞ ആ വിഗ്രഹ ഭഞ്ജക അല്ലെങ്കിൽ മാമൂലികളെ തട്ടിത്തെറിപ്പിച്ച് കളയാനുള്ള ആ പ്രവണത അവരിൽ ഏറ്റവും അധികം കാണുന്ന ഒരു കവിതയാണ് ഇൻട്രൊഡക്ഷൻ എന്നുള്ളത്. അത് പലപ്പോഴും ഒരു ഫെമിനിസ്റ്റ് കവിതയായിട്ട് തന്നെ ഇൻട്രൊഡക്ഷൻ വായിച്ചിട്ടുണ്ട്. ഇത് തുടങ്ങുന്നത് പറയുന്നത് ഐ ഡോണ്ട് നോ പൊളിറ്റിക്സ് എന്നാണ്. എനിക്ക് രാഷ്ട്രീയം അറിയില്ല. എനിക്ക് രാഷ്ട്രീയം അറിയില്ല എന്ന് പറയുന്നത് അവർ അരാഷ്ട്രീയതയായി ഒരിക്കലും നമ്മൾ കാണരുത്. എന്തുകൊണ്ടാണ് എനിക്ക് രാഷ്ട്രീയം അറിയാത്തത്? പക്ഷേ എനിക്ക് നേതാക്കന്മാരുടെ പേരറിയാം. നെഹ്റു മുതലുള്ള നേതാക്കന്മാരുടെ പേരറിയാമെന്ന്. അപ്പോൾ അവിടെ നെഹ്റു ഉണ്ട്, ബാക്കി എല്ലാ നേതാക്കന്മാരും ഉണ്ട്, ഗാന്ധിജിയുണ്ട്. അവിടെയുള്ള നേതാക്കന്മാരിലൊന്നും എനിക്ക് ഇഷ്ടപ്പെടുന്നവരില്ല. കാരണം എനിക്ക് എന്നോട് ചേർത്ത് നിർത്താൻ പറ്റുന്നവരില്ല എന്ന് തന്നെയാണ് അവരവിടെ പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുന്ന ഈ കവിതയിൽ അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട്, അവരവരെ തന്നെ എങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നതെന്ന് നോക്കാം. ഐ ആം ഇന്ത്യൻ, വെരി ബ്രൗൺ, ബോൺ ഇൻ മലബാർ, ഐ സ്പീക്ക് 3 languages
റൈറ്റ് ഇൻ ടു ഡ്രീം ആൻഡ് വൺ. ഞാനൊരു ഇന്ത്യക്കാരനാണ്. എൻ്റെ നിറം കറുപ്പാണ്. ഞാൻ മലബാറിലാണ് ജനിച്ചത്. എനിക്ക് 3 ഭാഷകൾ അറിയാം, 2 ഭാഷകളിൽ എഴുതാം. പക്ഷെ സ്വപ്നം കാണാൻ എനിക്കൊരു ഭാഷയേ ഉള്ളൂ എന്ന്. ഈ കവിതയിൽ ആകമാനം അവരെങ്ങനെയാണ് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നുണ്ട്. ദേ എന്ന് പറയുന്ന ഒരു വാക്കാണ് ഉപയോഗിക്കുന്നത്, അവർ എന്ന് പറയുന്നുണ്ട്. ഈ ദേ എന്ന് പറയുന്നത് അത് എനിക്ക് പരിചയമല്ലാത്ത ഞാനും നീയുമാണ് ദേ എന്ന് പറയുന്ന ഒരു വാക്കുകൊണ്ട് അവിടെ വരുന്നത്. അത് വളരെ രസകരമാണ്. എന്തിനാണ് ഈ ദേ വരുന്നത്? എനിക്കറിയാത്ത അല്ലെങ്കിൽ എന്നെ അറിയാത്ത മറ്റൊരാളാണ് എൻ്റെ ജീവിതം മുഴുവൻ നിശ്ചയിക്കുന്നത്. നീ ഇങ്ങനെ മുടി വെട്ടരുത്, നീ ഇങ്ങനെ മറ്റു ഭാഷകളിൽ കവിത എഴുതരുത്, നീ ഇങ്ങനെ കവിത എഴുതണം, നീ ഇങ്ങനെ ചിന്തിക്കണം എന്നൊക്കെ വളരെ ഭംഗിയോടുകൂടി തന്നെ അവർ പറയുകയാണ്. അതായത് ഈ ദേ എന്ന് പറയുന്നത് അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന് മറ്റുള്ളവരൊക്കെ വിലക്കിക്കൊണ്ടിരിക്കുകയാണ്. നീ ഒരു പെൺകുട്ടിയാണ് എന്ന് ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കുന്നവർ ഇതിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ആർക്കാണ്? മറ്റാർക്കുമല്ല, എനിക്ക് മാത്രമാണ് നഷ്ടപ്പെട്ടു പോകുന്നത്. ആ നഷ്ടപ്പെട്ടു പോകൽ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് വിളിച്ചു പറയുകയാണ് കമലദാസ കവിതയിലൂടെ ചെയ്യുന്നത്. ഏതാണ്ട് ഈ കവിത കഴിഞ്ഞു വരാൻ നമുക്ക് തോന്നുന്നതാണ് ആൻ ഓൾഡ് പ്ലേ ഹൗസ്. ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഞാൻ ഈ കവിതകളെക്കുറിച്ച് പറയുന്നത് അവരുടെ കവിതകളിൽ അവർ അനുഭവിക്കുന്ന ഓരോ സ്റ്റേജുകളെക്കുറിച്ച് അവർ പറയുന്നതിനനുസരിച്ചാണ് ഞാൻ കവിതയെക്കുറിച്ച് പറയുന്നത്. അതൊരു പ്രത്യേക കാലയളവിൽ എഴുതിയെന്നല്ല. ഈ പണിഷ്മെന്റ് ഇൻ ദ കിൻഡർ ഗാർഡൻ എന്നൊക്കെ വളരെ വൈകി എഴുതിയ കവിതകളാണ് അവർ. അപ്പോൾ ഈ കവിതയിൽ പറയുന്നത് എൻ ഓൾഡ് പ്ലേ ഹൗസ് എന്ന്. ഈ പ്ലേ ഹൗസ് എന്ന് പറയുന്നതിന് 2 അർത്ഥമുണ്ട്. ഒന്ന് കളിവീട് എന്നൊരർത്ഥമുണ്ട്. കുട്ടികൾ കളിക്കാനായി ചെറിയ കുട്ടികൾ കളിപ്പുരകൾ ഉണ്ടാക്കുമല്ലോ, അങ്ങനെ അർത്ഥത്തിൽ നമുക്ക് ഓൾഡ് പ്ലേ ഹൗസ് എടുക്കാം. മറ്റൊരർത്ഥത്തിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നത് നാടക തിയേറ്റർ എന്നുള്ള അർത്ഥത്തിൽ എടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് ഇത് രണ്ടർത്ഥവും ഒരുമിച്ച് വരുന്നത് എന്ന രസമാണ്. അപ്പോൾ ഒരു വിവാഹശേഷം ഒരു പെൺകുട്ടി കുറച്ച് കാലം കഴിഞ്ഞ് ആലോചിക്കുകയാണ് തനിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ അവർ ആദ്യത്തെ സ്റ്റൻസയിൽ എന്ന് പറയുന്നുണ്ട്, ആ കളി വീട്ടിലെ എൻ്റെ പ്ലേ ഹൗസിലെ വിളക്കുകളൊക്കെ കെട്ടു എന്ന് പറയുന്നുണ്ട്. അവിടെ നമുക്ക് തിയേറ്റർ എന്നുള്ള അർത്ഥത്തിലാണ് എടുക്കുന്നത്. വളരെ രസകരമായിട്ടല്ലേ, നമ്മൾ പണ്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്, അത് വില്യം ഷേക്സ്പിയർ പറഞ്ഞതുപോലെ തന്നെ ദ വേൾഡ് ഈസ് എ സ്റ്റേജ് അല്ലേ. ഈ ലോകം ഒരു നാടകശാലയാണ്. മെൻ ആൻഡ് വുമൻ എൻറ്റർ ആൻഡ് എക്സിറ്റ് എന്ന് പറയുന്നു അല്ലേ. ഇതൊരു നാടകശാല, നാടകമേ ഉലകം എന്ന് പറയുന്നത് പോലെ തന്നെ ഇതൊരു നാടകശാലയാണ്. ഈ നാടകശാലയിൽ നമ്മൾ കൃത്യസമയത്ത് അരങ്ങിൽ പ്രത്യക്ഷപ്പെടുന്നു, നമ്മുടെ കർത്തവ്യം കഴിഞ്ഞാൽ തിരിച്ചു പോകുന്നു എന്ന് പറയും. അപ്പോൾ ആ അർത്ഥത്തിൽ ഇന്ന് ആ പ്ലേ ഹൗസിൽ ഞാൻ ഒരിക്കൽ എൻ്റെ ജീവിതമാകുന്ന ആ തിയേറ്ററിൽ അരങ്ങിൽ ഇപ്പോൾ വിളക്കുകളൊന്നുമില്ല, അതൊന്ന് പഴയതായി തീർന്നു എന്ന് പറയാണ് അവർ. കാരണം എന്താണെന്ന് വെച്ചാൽ വിവാഹം കൊണ്ട് ആ പെൺകുട്ടിക്ക് നഷ്ടപ്പെട്ടത് എന്തൊക്കെയാണെന്ന് അവർ കുറച്ച് കഴിഞ്ഞാണ് അവർ ആലോചിച്ചെടുക്കുന്നത്. കാരണം അവർ പറയുന്നുണ്ട്, ആ കവിതയുടെ തുടക്കത്തിൽ അവർ പറയുന്നത്, തൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ നീ എൻ്റെ സ്നേഹം കൊണ്ട് നീ എന്നെ കീഴടക്കി. അതുകൊണ്ട് തന്നെ എനിക്ക് നഷ്ടപ്പെട്ടത് എന്താണെന്ന് തിരിച്ചറിയാൻ കുറേ കാലങ്ങൾ വേണ്ടി വന്നു എനിക്കെന്ന് അവർ പറയാണ്. ആ നഷ്ടപ്പെട്ടത് തിരിച്ചറിയാൻ കുറേ കാലങ്ങൾ വേണ്ടി വന്ന് തിരിച്ചറിയുമ്പോഴേക്കും അവർക്ക് ഒന്ന് പറന്നു പോകാൻ പോലും പറ്റാത്ത വിധത്തിലായി അല്ലേ. വള്ളത്തോൾ പറഞ്ഞതുപോലെ ബന്ധുരെ കാഞ്ചന കൂട്ടിലാണെങ്കിലും ബന്ധനം ബന്ധനം തന്നെ പാരിൽ. അപ്പോൾ കൂട്ടിലെടുക്കപ്പെട്ട ഒരു കിളിയുടെ അവസ്ഥയായിപ്പോയി. എനിക്ക് വേണ്ടതെല്ലാം ആ കൂട്ടിലേക്ക് നീ തന്നു, സ്നേഹം തന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതാണ് ജീവിതമെന്ന്. പക്ഷേ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, എനിക്ക് നഷ്ടപ്പെട്ടത് പ്രകൃതിയിലെ ഋതുഭേദങ്ങളാണ്, എനിക്ക് നഷ്ടപ്പെട്ടത് ചിറകുകളാണ്, പറക്കാൻ കഴിവില്ലാതെ പോയി എനിക്ക്. ഓരോ കാലങ്ങൾ കഴിയുമ്പോഴും നിനക്ക് വേണ്ടി ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് എനിക്ക് വളരാൻ വേണ്ടിയായിരുന്നു. അതൊരു പക്ഷേ ഓട്ടോബയോഗ്രഫിക്കലായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന ഒരു കവിത കൂടിയാണ്. ഞാൻ നിന്നെ വിവാഹം കഴിച്ചത് എനിക്ക് വളരാനായിരുന്നു, പക്ഷേ നീ ചെയ്തത് നിനക്ക് എന്താണ് വേണ്ടതെന്ന് എന്നോട് പറഞ്ഞ് മനസ്സിലാക്കി തരികയാണ് നീ ചെയ്തത്. നിനക്ക് കൃത്യമായ സമയത്ത് ഭക്ഷണം തരാനും, നിനക്ക് കൃത്യമായ സമയത്ത് മരുന്ന് തരാനും, കൃത്യമായ സമയത്ത് നിനക്ക് രതി ചെയ്യാനും മാത്രമുള്ള ഒരു ഒന്നായി മാറി. പിന്നെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഈ വീടിന്, ഈ മുറികൾക്ക് എല്ലാം നിന്റെ മണമായി തീർന്നു, എനിക്കിവിടെ ഒന്നും ചെയ്യാനില്ലാതായി തീർന്നു എന്ന് ഏറ്റവും നിരർത്ഥകമായ ഒരു ജീവിതത്തെക്കുറിച്ച് പറയുന്ന
ഒരു സ്ത്രീയാണ് നമ്മളെ ഓൾഡ് പ്ലേ ഹൗസിൽ കാണുന്നത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, കളിവീട്ടിൽ നിന്ന് പുറത്താക്കപ്പെട്ട ഒരു കുട്ടിയെ പോലെ നമുക്കവിടെ ആ സ്ത്രീയെ കാണാൻ സാധിക്കും. അതുമല്ലെങ്കിൽ അരങ്ങിൽ വിളക്കുകൾ കെട്ട് ഒന്നും ചെയ്യാനില്ലാതെ പോയൊരു കഥാപാത്രത്തെ പോലെയും നമുക്കവരെ കാണാൻ സാധിക്കും. തീർത്തും ഓട്ടോബയോഗ്രഫിക്കലാണെന്ന് അവർ തന്നെ അടിസ്ഥാനപ്പെടുത്തിയ ഒരു കവിതയാണ് ആൻ ഓൾഡ് പ്ലേ ഹൗസ് എന്നുള്ളത്. അതിശക്തമായ മറ്റൊരു കവിതയാണ് മിഡിൽ ഏജ് എന്നുള്ളത്. മിഡിൽ ഏജ് എന്ന് പറയുമ്പോൾ മധ്യവയസ്സാണ്. അതും ഒരു സ്ത്രീയുടെ ജീവിതം തന്നെയാണ് കേട്ടോ പറയുന്നത്. മിഡിൽ ഏജിൽ അവർ പറയുന്നത്, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കൗമാരപ്രായക്കാരാകുമ്പോൾ നിങ്ങൾ അമ്മമാർ മധ്യവയസ്കകളാകുന്നു. അവിടെ പ്രായമല്ല ഒരു മധ്യവയസ്ക് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ എന്ന് കൗമാരപ്രായക്കാരാകുന്നുവോ അന്നു മുതൽ നിങ്ങൾ മധ്യവയസ്സരാകുന്നു. കാരണം ചിൽഡ്രൻ ആർ നോ ലോങ്ങർ ഫ്രണ്ട്സ് ബട്ട് ക്രിറ്റിക്സ്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കളാകുന്നില്ല, അവർ നിങ്ങളെ വിമർശിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അന്ന് വരെ എല്ലാ കാര്യങ്ങൾക്കും തന്നെ ആശ്രയിച്ചിരിക്കുന്ന കുഞ്ഞ് പെട്ടെന്ന് വളർന്നു വലുതാകുന്നത് സ്വീകരിക്കാൻ, അല്ലെങ്കിൽ അത് അതുപോലെ അക്സെപ്റ്റ് ചെയ്യാനായി കഴിയാതെ പോകുന്ന ഒരമ്മയുടെ സങ്കടത്തെക്കുറിച്ചാണ് അവരതിൽ പറയുന്നത്. ഒരു കൊക്കൂണിനുള്ളിലെ പ്യൂപ്പയെ പോലെ ഏറ്റവും സുരക്ഷിതമായ ഒരു കവചം കൊണ്ട് തൻ്റെ മാതൃസ്നേഹം കൊണ്ട് കൈയടക്കി വെച്ചിരുന്ന തൻ്റെ കുഞ്ഞുങ്ങൾ കൗമാരപ്രായം എത്തുമ്പോൾ ആ പ്യൂപ്പയ്ക്കുള്ളിലെ ശലഭപ്പുഴു പോലെ അത് പൊട്ടിച്ചെറിഞ്ഞ് ആകാശത്തേക്ക് പറന്ന് വർണ്ണശബളമായ ആകാശം കാണാൻ പറന്നു പോകുന്നതായി തോന്നുമ്പോൾ ഒരമ്മയ്ക്ക് തോന്നുന്ന സങ്കടം ഇതിനും ഭംഗിയായി ഇങ്ങനെയാണ് അവർ ചിത്രീകരിക്കുന്നത്. അവർ പറയുന്നുണ്ട്, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ ഇപ്പോൾ വേണ്ടത് ചായ കൊടുക്കാനോ അല്ലെങ്കിൽ വസ്ത്രങ്ങൾ തേച്ചു കൊടുക്കാൻ മാത്രമാണ് എൻ്റെ കുഞ്ഞുങ്ങൾക്ക് എന്നെ വേണ്ടതുള്ളൂ. ആ വളരെ വലിയ സങ്കടത്തെക്കുറിച്ച് ഏറ്റവും തീക്ഷ്ണമായി ഇതേ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന ഏതൊരമ്മയും, കൗമാരപ്രായക്കാരായ മക്കളുള്ള ഏതൊരമ്മയും കടന്നു പോകുന്ന അതിതീക്ഷ്ണമായ ഒരു അനുഭവത്തെക്കുറിച്ചാണ് കമലാദാസ് പറയുന്നത്. അവരുടെ ആ ഒരു ഉപമ തന്നെ നോക്കൂ. പ്യൂപ്പയ്ക്കുള്ളിലെ ശലഭപ്പുഴു കൊക്കൂൺ പൊട്ടിച്ചെറിഞ്ഞ് ആകാശത്തേക്ക് പറക്കുന്നത് പോലെ കൗമാരപ്രായക്കാരായ മക്കൾ പറന്നു പോകുന്നു. അപ്പോൾ അവരില്ലാത്ത സമയത്ത് അവരുടെ പുസ്തകങ്ങൾ തൊട്ടു നോക്കുകയോ അവരുപയോഗിച്ച സാധനങ്ങൾ തൊട്ടു നോക്കി ആത്മസംതൃപ്തി നേടുന്ന അവൾ വല്ലപ്പോഴും ഒന്ന് സങ്കടത്തിൽ കരയുമ്പോൾ മക്കൾ അവരോട് പറയുന്നത്, യു ആർ നോ ലോങ്ങർ സോ യങ്, നിങ്ങൾ അത്ര ചെറുപ്പമൊന്നുമല്ല അമ്മയെന്ന് അവർ പറയാണ്. അത് വളരെ സങ്കടം തോന്നുന്നൊരവസ്ഥയല്ലേ അവരുടേത്. അത് ഏതൊരമ്മയും പലപ്പോഴും ഞാൻ പലപ്പോഴും ക്ലാസ്സിലെ കുട്ടികളോട്, ഞാൻ കൗമാരപ്രായക്കാരായ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചറാണ്, അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ കുട്ടികളോട് ഇത് പറയാറുണ്ട്. നിങ്ങളുടെ അമ്മയുടെ ഈ ഒരു അവസ്ഥയും നിങ്ങളുടെ ഒരവസ്ഥയും ഇത് തന്നെ ആയിരിക്കുമെന്ന് കുട്ടികളെ ഓർമ്മപ്പെടുത്താൻ ഞാൻ ശ്രമിക്കാറുണ്ട് ചിലപ്പോഴൊക്കെ. ഇൻ ലവ് എന്ന് പറയുന്ന ഒരു കവിതയുണ്ട്. ഒന്ന് രണ്ട് കവിതകളെക്കുറിച്ച് കൂടെ പറയാം, ഞാൻ മടുപ്പിക്കുന്നില്ല അധികം. ഇൻ ലവ് എന്ന് പറയുന്ന കവിതകളെക്കുറിച്ച് പറയുമ്പോൾ അതിൽ സെക്സ് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അവർ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, എനിക്ക് സ്നേഹം കിട്ടാത്തത് കൊണ്ടാണ് അന്യനായരുടെ അടുത്തേക്ക് ഞാൻ പോകുന്നത് എന്നവർ പറയുന്നുണ്ട്, അന്യരുടെ വാദിക്കില്ല. പക്ഷേ ഇവിടെ അവർ പറയുന്നത്, താൻ സ്നേഹമാണ് അവരിൽ നിന്നും ആഗ്രഹിച്ചതെങ്കിൽ പോലും എൻ്റെ അടുത്ത് വന്നവർക്ക് എൻ്റെ സ്നേഹമല്ല ആവശ്യം വേണ്ടത്, അവർക്ക് വേണ്ടത് എൻ്റെ ശരീരം മാത്രമാണ്. അതുകൊണ്ട് ഈ വരുന്ന തൻ്റെ കാമുകൻ തനിക്ക് ആവശ്യമായ സ്നേഹം, കമ്പാഷൻ എന്ന് പറയുന്ന ഒരു അവസ്ഥ തനിക്ക് തരാതെയാകുമ്പോൾ അവർ പറയുന്നത്, അയാൾ എന്നോട് രതിയിൽ ഏർപ്പെടുമ്പോൾ അയാളുടെ കൈകൾ കാണുമ്പോൾ എനിക്ക് കാർണിവോറസ് പ്ലാന്റ്സ്, മാംസഭോജികളായ സസ്യങ്ങൾ എൻ്റെ നേർക്ക് വരുന്നത് പോലെയാണ് തോന്നുന്നത്, എന്നെ വരിഞ്ഞു മുറുക്കി കൊല്ലാൻ വരുന്നത് പോലെയാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരെ സംബന്ധിച്ച് സെക്സ് എന്ന് പറയുന്നത് ഇറ്റ്സ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഫോർ ബീയിങ് ടുഗെദർ. കുറച്ച് സമയമെങ്കിലും അവരുടെ കൂടെ എനിക്ക് ഇരിക്കാമല്ലോ എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് അത് വളരെ മെക്കാനിക്കലായി അങ്ങനെ ഒരു അവസ്ഥ കടന്നു പോകുമ്പോൾ അവരവരുടെ വീട്ടിലിരുന്നു കൊണ്ട് പുറത്തേക്ക് നോക്കുന്നു. പുറത്തേക്ക് നോക്കുമ്പോൾ ഒരു കാക്ക പറന്നു പോകുന്നുണ്ട്. അപ്പോൾ കാക്കയെ നോക്കുമ്പോൾ അവർ പറയുന്നുണ്ട്, അഷിതയാണ്, ചെറുകഥാകൃത്തായ അഷിതയാണ് പറയുന്നത്, ചിറകനക്കാതെ പറന്നു പോകുന്ന കാക്കയുടെ വേഗതയിലാണ് ജീവിതം പോകുന്നതെന്ന്. കമലാദാസ് ഇങ്ങനൊരു ഉപമ തന്നെയാണ് പോകുന്നത്. ചിറകിൽ വിഷം സൂക്ഷിച്ച് പറന്നു പോകുന്ന ഒരു കാക്കയെ പോലെയാണെന്ന്. അതേസമയം അപ്പുറത്തെ
ഒരു വഴിയിലൂടെ ബോൽ ഹരി ബോൽ എന്ന് പറയുന്ന, അത് കൽക്കത്തയിൽ വെച്ചാണ് അവർ എഴുതിയിരിക്കുന്നത്. സമ്മർ ഇൻ കൽക്കറ്റ എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിലാണ് അവരത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ അവർ പറയുന്നുണ്ട് അതിൽ ആ ബോൽ ഹരി ബോൽ എന്ന് പറഞ്ഞിട്ട് ആ ശവമഞ്ചം ചുവന്നു പോകുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് ജീവിതത്തിൻ്റെ ഏറ്റവും സുന്ദര നിമിഷമായ രതി കഴിഞ്ഞ് പുറത്തേക്ക് വന്നവർ കാക്കയെ നിസ്സംഗമായിട്ടോ അല്ലെങ്കിൽ ഒരു പകയോടെ നോക്കിക്കാണുന്നവർ എത്ര നിർവികാരമായാണ് മരണത്തെ കാണുന്നത്. മൂന്നും അത്ര ഭംഗിയോടുകൂടി ഒന്നിനു മുകളിൽ മറ്റൊന്നെന്ന നിലയിൽ കമലാദാസ് അടുക്കി വെച്ചുകൊണ്ട് നമുക്ക് മുന്നിലേക്ക് ഇട്ടു തരികയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തപ്പെട്ട ഒരു കവിതയെക്കുറിച്ച് കൂടി പറയാമെന്ന് വിചാരിക്കുന്നു. ആ കവിത കൂടി പറഞ്ഞില്ലെങ്കിൽ കമലാദാസിനെ നമ്മൾ വെറും ഒരു ഓട്ടോബയോഗ്രഫിക്കൽ പോയറ്റായിട്ടോ അല്ലെങ്കിൽ ഗൃഹാതുരത അല്ലെങ്കിൽ നൊസ്റ്റാൾജിക് ഹോം സിക്നെസ് ഇതൊക്കെ എഴുതുന്ന ഒരു കവിയായിട്ട് നമ്മൾ ചുരുക്കി പോകും. അവരുടെ ഏറ്റവും ശക്തമായ അത്തരത്തിലല്ലാത്തൊരു കവിതയാണ് ഡാൻസ് ഓഫ് യൂനിക്സ് എന്ന് പറയുന്നത്. ഡാൻസ് ഓഫ് യൂനിക്സ് എന്നാണ് അതിൻ്റെ പേര്. യൂനിക്സ് എന്ന് പറഞ്ഞാൽ അതിന് ട്രാൻസ്ജെൻഡർ ഹിജഡ എന്നൊരു പ്രയോഗമാണ് അതിൽ കാണുന്നത്. അപ്പോൾ അന്ന് അവരുടെ ബോംബെയിലൊക്കെ താമസിക്കുമ്പോൾ മറാഠയിലൊക്കെ ധാരാളം കാണുന്നുണ്ടായിരുന്നു ട്രാൻസ്ജെൻഡേഴ്സിനെ അവർ കാണുന്നുണ്ട്. അത്തരത്തിൽ ട്രാൻസ്ജെൻഡേഴ്സിൻ്റെ ഒരു നൃത്തത്തെക്കുറിച്ച് അവർ സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ഒരു വേനൽ അത്യുഷ്ണമായ ഒരു സമയത്ത്, വേനൽ മഴ പെയ്തിട്ടില്ല, അതിന് തൊട്ടു മുമ്പ് ഈ സ്ത്രീ അവർ പുരുഷന്മാരാണ്, പക്ഷെ പെൺവേഷം കെട്ടി അവരുടെ നീളമുള്ള മുടി പിന്നിയിട്ട് അതിൽ മുല്ലപ്പൂ മാല ചൂടി തിളക്കമുള്ള വേഷങ്ങൾ ധരിച്ച് നിറയെ ഞൊറികളുള്ള പാവാടയൊക്കെ ഇട്ട് കാലിൽ ചിലങ്ക കെട്ടി കയ്യിൽ തപ്പുമായി ഓരോ വീടുകളിലേക്കും അവർ കടന്നു വരും. പലപ്പോഴും അവർ വന്ന് ശുഭശകുനമാകുന്നുണ്ടെങ്കിൽ അവരുടെ ശാപം കിട്ടാതിരിക്കാനായിട്ട് അവർക്ക് പൈസ കൊടുത്ത് വീട്ടുകാർ പറഞ്ഞേക്കും. കുട്ടികളൊക്കെ ഭയപ്പാടോടുകൂടി അവരെ നോക്കും. അങ്ങനെ ഒരു വേനലിൽ ഗുൽമോഹറിനടിയിൽ തീ പോലെ പൂത്തു നിൽക്കുന്ന ഗുൽമോഹറിനടിയിൽ നൃത്തം ചെയ്യുന്ന ഒരു കൂട്ടം ഹിജടകളെ കുറിച്ചാണ് അവർ കവിത എഴുതിയിരിക്കുന്നത്. അവർ പറയുന്നുണ്ട് ആ ഗുൽമോഹർ എന്ന് പറയുന്നത് പലപ്പോഴും ഒരു റൊമാൻറ്റിക് ആയിട്ട് ഒരു കാൽപ്പനികതയുടെ ഒരു സിമ്പിളായിട്ടാണ് ഗുൽമോഹർ മിക്കവാറും സാഹിത്യ സൃഷ്ടികളിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ ഗുൽമോഹറിൻ്റെ ചുവട്ടിൽ ഇപ്പോൾ നിൽക്കുന്നത് ഹിജടകളാണ്. ഈ ഹിജടകൾ നൃത്തം ചെയ്ത് 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 അവരുടെ ചിലങ്കകൾ കാലിലുരസി രക്തം വരുന്നുണ്ട്, അവരത് അറിയുന്നില്ല. അവർ പാട്ട് പാടുന്നുണ്ട്. ആ പാട്ട് പാടുന്നത് അവരുടെ നഷ്ടപ്പെട്ട പ്രണയത്തെക്കുറിച്ചായിരിക്കാം, ഇല്ലാതെ പോയതിനെ കുറിച്ചായിരിക്കാം, അല്ലെങ്കിൽ ലഭിക്കാത്ത ചുരത്താത്ത സങ്കടങ്ങളെക്കുറിച്ചായിരിക്കാം. അപ്പോൾ അവർ പറയുന്നത് ഈ പാട്ടുപാടി മുല്ലപ്പൂവ് കൂട്ടി വരുമ്പോൾ അവർ നൃത്തം ചെയ്യുമ്പോൾ അവരുടെ പാവാട ഞൊറികൾ ഇളകുന്നുണ്ട്. അവർ പാടുന്ന പാട്ടുകളെല്ലാം സങ്കടത്തിൻ്റെതാണ്. അവരുടെ കൈകാലുകളെക്കുറിച്ച് കമലാദാസ് പറയുന്നത് ചിതയിലെ പാതി കരിഞ്ഞ വിറകു കൊള്ളികളെ പോലെയാണ് അവരുടെ കൈകാലുകൾ എന്നാണ്. അവർ ഭംഗിയില്ല. അവർ പാടുന്നത് പിറക്കാത്ത കുഞ്ഞുങ്ങളെക്കുറിച്ച് ചുരത്താത്ത മാറിൽ തല്ലി അവർ പാട്ട് പാടുന്നു. ആ പാടി അവസാനിക്കുമ്പോഴേക്കും കണ്ണുനീരിങ്ങനെ അവരുടെ മുഖത്തുള്ള ചായത്തിലൂടെ ഒലിച്ചിറങ്ങുകയാണ്. ആ പാടി അവസാനിക്കുമ്പോഴേക്കും പെട്ടെന്നൊരു മഴ പെയ്യുന്നു. പൊടിയമർന്ന ഭൂമിയിൽ നിന്ന്, ചോർന്നൊലിച്ച വീടുകളുടെ ചുമരുകളിൽ നിന്നും പല്ലിമൂത്രം മണക്കുന്നു എന്ന് അവരതിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളെക്കുറിച്ചും അവർ കവിത എഴുതിയിട്ടുണ്ട്. അവരുടെ ലുക്കിംഗ് ഗ്ലാസ് എന്ന് പറയുന്ന കവിതയാണെങ്കിലും ഒരു സ്ത്രീയും എഴുതാൻ ധൈര്യപ്പെടാത്ത വിധത്തിൽ ന്യൂഡായൊരു സ്ത്രീ പുരുഷന്മാരെ കുറിച്ച് പറയുന്നുണ്ട്. പുരുഷൻ എത്ര ശക്തനാണ്, ലുക്ക് ഹൗ ഹി യൂറിനേറ്റ്സ്. അങ്ങനെയൊക്കെ ഒരു സ്ത്രീയും അങ്ങനെ പെട്ടെന്നൊന്നും എഴുതാത്തൊരു കാലത്താണ് അവരതിനെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മലയാളിക്ക് ഏറെ അറിയുന്ന ഒരു മാധവിക്കുട്ടിയെ പോലെ കമലാദാസിനെയും അവരുടെ സാഹിത്യത്തെയും മനസ്സിലാക്കിയിട്ടില്ല എന്ന് തോന്നുകയാണ്. അവരവരുടെ ഒരു കവിതയിൽ പറഞ്ഞതുപോലെ തന്നെ അവർ മരിച്ചു പോകുമ്പോൾ ശരീരം മാത്രമാണ് ഉപേക്ഷിച്ചു പോയത്. അത് ഉപേക്ഷിക്കാനുള്ളതാണെന്ന് അവർക്ക് കൃത്യമായി അറിയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, ഐ ഷാൽ ഗോ ടു ഇൻ സൈലൻസ്, ലിവിങ് നോട്ട് എ ഫിംഗർ പ്രിൻറ്റ് ഇൻ ദിസ് എർത്ത്. I shall go to in silence, leaving not a fingerprint in this earth. ഇത്രയും നേരം ഞാൻ സംസാരിച്ചതിൽ മാധവിക്കുട്ടിയുടെ അല്ലെങ്കിൽ കമലാദാസിൻ്റെ സാഹിത്യത്തെ എല്ലാവർക്കും അറിയുന്നത് തന്നെയാണ്.
നിങ്ങൾക്കും എനിക്കും അറിയുന്ന മധുരക്കുട്ടിയെ, കമലാദാസിനെ, കമലാ സുരയ്യയെ ഓർമ്മിപ്പിക്കുവാൻ, അല്ലെങ്കിൽ നമുക്കെല്ലാം അറിയുന്ന ഒന്നുകൂടെ ഓർത്തെടുക്കാൻ എനിക്ക് സാധിച്ചു. നിങ്ങൾക്കും ഒരു പരിധിവരെ അത് ഉൾക്കൊള്ളാൻ സാധിച്ചു കാണുമെന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ നിർത്തട്ടെ. നന്ദി.